ഓം നമ ശിവായ. ജ്യോതിഷ രത്നം ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ 2 വീഡിയോകളിലായി അശ്വതി മുതൽ രേവതി വരെ 27 നക്ഷത്രക്കാരുടെയും നക്ഷത്രനാഥന്മാരെ സംബന്ധിച്ചും രാശിനാഥന്മാരെ സംബന്ധിച്ചും ഉള്ള വിശദാംശങ്ങളാണ് വീഡിയോകളിൽ പറഞ്ഞത്. ഈ വീഡിയോയിൽ അംശകനാഥനെ സംബന്ധിച്ച് പറയാം. ഒരു നക്ഷത്രത്തിന് 4 പാദങ്ങൾ ഉണ്ടെന്ന് കഴിഞ്ഞ വീഡിയോകളിൽ വിശദമാക്കിയിട്ടുണ്ട്. എന്നാലും തുടക്കക്കാർക്കായി ഒന്നുകൂടി പറയാം. ഒരു നക്ഷത്രം ശരാശരി 60 നാഴിക ആണ് ഉള്ളത്. അതായത് ഒരു ദിവസം 60 നാഴികയാണ്. 24 മണിക്കൂർ ഒരു ദിവസം. 24 മണിക്കൂറിനെ 4ആയി ഭാഗിക്കുമ്പോൾ ഒരു ഭാഗം 6 മണിക്കൂറാണല്ലോ. അതുപോലെ 60 നാഴികയെ 4ആയി ഭാഗിക്കുമ്പോൾ 15 നാഴിക വീതമുള്ള 4 ഭാഗങ്ങളും ലഭിക്കും. അതായത് നക്ഷത്രം ഉദിച്ച് ആദ്യ 15 നാഴിക, അതായത് 1-ാം പാദം, അതായത് 6 മണിക്കൂർ, ശേഷം വരുന്ന രണ്ടാമത്തെ 15 നാഴിക 2-ാം പാദവും, മൂന്നാമത്തെ 15 നാഴിക 3-ാം പാദവും, നാലാമത്തെ 15 നാഴിക 4-ാം പാദവും ആണ്. ഇങ്ങനെ ഒരു നക്ഷത്രത്തിന് 4 പാദങ്ങൾ അഥവാ കാലുകൾ ഉണ്ടാകുമ്പോൾ ഒരു നക്ഷത്രത്തിന് തന്നെ 4 പാദങ്ങളും ഓരോ പാദത്തിനും ഓരോ നാഥന്മാരും ഉണ്ടാകുന്നു. പാദങ്ങളുടെ ഈ നാഥന്മാരെയാണ് അംശകനാഥൻ എന്ന് പറയുന്നത്. അടുത്തതായി ഈ അംശകനാഥന്മാർ ഉണ്ടാകുന്ന വിധം പറയാം. ജ്യോതിഷ വിഷയങ്ങളോട് താല്പര്യമുള്ള ഏവരെയും ജ്യോതിഷ വിഷയങ്ങളുടെ ഉള്ളറകൾ പരിചയപ്പെടുത്തുന്ന പുതിയ ഒരു വീഡിയോയിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുന്നു, ക്ഷണിക്കുന്നു. ആദ്യമായി അശ്വതി നക്ഷത്രത്തിൻ്റെ 4 പാദങ്ങളുടെയും അംശകനാഥന്മാരെ പറയാം. അശ്വതി നക്ഷത്രം മേടം രാശിയിൽ സ്ഥിതി ചെയ്യുന്ന നക്ഷത്രമാണ്. 1-ാം പാദവും സ്ഥിതി ചെയ്യുന്നത് മേടം രാശിയിൽ തന്നെയാണ്. അതുകൊണ്ട് അശ്വതി നക്ഷത്രത്തിൻ്റെ 1-ാം പാദത്തിൻ്റെ അംശകനാഥൻ ചൊവ്വ തന്നെ ആണ്. അശ്വതി നക്ഷത്രത്തിൻ്റെ 2-ാം പാദത്തിൻ്റെ അംശകനാഥൻ ശുക്രനും, 3-ാം പാദത്തിൻ്റെ അംശകനാഥൻ ബുധനും, 4-ാം പാദത്തിൻ്റെ അംശകനാഥൻ ചന്ദ്രനുമാണ്. അപ്പോൾ അശ്വതി നക്ഷത്രം 1-ാം പാദത്തിന് രാശിനാഥൻ ചൊവ്വയുടെയും നക്ഷത്രനാഥൻ കേതുവിൻ്റെയും അംശകനാഥൻ ചൊവ്വയും ആയതിനാൽ ചൊവ്വയുടെയും സ്വഭാവ വിശേഷങ്ങളും ശരീരപ്രകൃതിയും മറ്റും അലിഞ്ഞ് ചേർന്നിരിക്കുന്നു. അതായത് 2 ചൊവ്വയുടെയും, അതായത് 1 രാശിനാഥൻ്റെയും 2 അംശകനാഥൻ്റെയും 1 കേതുവിൻ്റെയും സ്വഭാവ വിശേഷങ്ങൾ അശ്വതി നക്ഷത്രം 1-ാം പാദത്തിൽ ജനിച്ച ജാതകരിൽ അലിഞ്ഞ് ചേർന്നിട്ടുണ്ടാകും. 2-ാം പാദത്തിലേക്ക് വരുമ്പോൾ രാശിനാഥൻ ചൊവ്വ തന്നെയും നക്ഷത്രനാഥൻ കേതുവും അംശകനാഥൻ ശുക്രനും ആയി വരുന്നു. അപ്പോൾ 2-ാം പാദത്തിൽ ജനിക്കുന്ന ജാതകർക്ക് ചൊവ്വയുടെയും കേതുവിൻ്റെയും ശുക്രൻ്റെയും സ്വാധീനം അശ്വതി നക്ഷത്രത്തിൽ 2-ാം പാദത്തിൽ ജനിച്ച ജാതകർക്ക് ഉണ്ടാകുന്നതാണ്. അടുത്തത് അശ്വതി നക്ഷത്രം 3-ാം പാദത്തിൽ ജനിക്കുമ്പോൾ രാശിനാഥൻ ചൊവ്വയും നക്ഷത്രനാഥൻ കേതുവും അംശകനാഥൻ ബുധനും ആകുന്നു. അതിനാൽ ഈ 3 ഗ്രഹങ്ങൾക്കുമാണ് അശ്വതി നക്ഷത്രത്തിൻ്റെ 3-ാം പാദത്തിൽ ജനിച്ച ജാതകർക്ക് മേൽ സ്വാധീനം ഉണ്ടാകുന്നത്. അടുത്തത് അശ്വതി നക്ഷത്രത്തിൻ്റെ 4-ാം പാദത്തിൽ ജനിക്കുമ്പോൾ രാശിനാഥൻ ചൊവ്വയും നക്ഷത്രനാഥൻ കേതുവും അംശകനാഥൻ ചന്ദ്രനും ആണ്. അതിനാൽ 4-ാം പാദ ജാതകന് ചൊവ്വയുടെയും കേതുവിൻ്റെയും ചന്ദ്രൻ്റെയും സ്വാധീനമുണ്ടാകുകയും ഒരു കുട്ടിക്ക് മാതാവിൽ നിന്നും പിതാവിൽ നിന്നും ഒക്കെ കിട്ടുന്ന സ്വഭാവ വിശേഷങ്ങളും ശരീര പ്രകൃതിയും പെരുമാറ്റ രീതികളുമൊക്കെ സ്വീകരിക്കുന്നത് പോലെ മേൽപ്പറഞ്ഞതായ ഗ്രഹങ്ങളും
അവരവർക്ക് പറഞ്ഞിരിക്കുന്നതായ സ്വഭാവ വിശേഷങ്ങളും പെരുമാറ്റ രീതികളും ശരീരപ്രകൃതികളും മറ്റും ജാതകർക്ക് പ്രദാനം ചെയ്യുന്നു. ഇങ്ങനെയുള്ള നിരവധി കാരണങ്ങൾ മൂലമാണ് ഒരു നക്ഷത്രത്തിൽ തന്നെ ജനിക്കുന്ന ജാതകർക്ക് പൊതുവായ ചില സ്വഭാവ വിശേഷങ്ങൾ മാത്രം സാമ്യം ഉണ്ടാകുകയും ഓരോരുത്തർക്കും വ്യത്യസ്തങ്ങളായ സ്വഭാവ വിശേഷങ്ങൾ ഉണ്ടാകുകയും ചെയ്യുന്നത്. അടുത്തതായി ഭരണി നക്ഷത്രക്കാരെ സംബന്ധിച്ച് പറയാം. ഭരണി നക്ഷത്രക്കാർ രാശിനാഥൻ ചൊവ്വയും നക്ഷത്രനാഥൻ ശുക്രനുമാണ്. അതായത് ഭരണി നക്ഷത്രക്കാരുടെ രാശിനാഥൻ ചൊവ്വയാണ്. ചൊവ്വയുടെ രാശിയിൽ, അതായത് മേടൻ രാശിയിൽ ഭരണി നക്ഷത്രം സ്ഥിതി ചെയ്യുന്നു. നക്ഷത്രനാഥൻ ശുക്രനാണ്. ഭരണി നക്ഷത്രത്തിന്റെ 1-ാം പാദത്തിൽ ജനിക്കുമ്പോൾ അംശകനാഥൻ സൂര്യനും 2-ാം പാദത്തിൽ ജനിക്കുമ്പോൾ അംശകനാഥൻ ബുധനും 3-ാം പാദത്തിൽ ജനിക്കുമ്പോൾ അംശകനാഥൻ ശുക്രനും 4-ാം പാദത്തിൽ ജനിക്കുമ്പോൾ അംശകനാഥൻ ചൊവ്വയും ആയി വരുന്നു. അതിനാൽ ഓരോ പാദത്തിലും ജനിക്കുന്ന ജാതകർക്ക് അവരവരുടേതായ ഗ്രഹങ്ങളുടെ സ്വഭാവ വിശേഷങ്ങളും പെരുമാറ്റ രീതികളും ഉണ്ടാകുന്നു. അടുത്തത് കാർത്തിക നക്ഷത്രത്തിന്റെ വിശേഷങ്ങളാണ്. കാർത്തിക നക്ഷത്രം 1-ാം പാദത്തിന് രാശിനാഥൻ ചൊവ്വയാണ്. നക്ഷത്രനാഥൻ സൂര്യനും അംശകനാഥൻ വ്യാഴമാണ്. കാർത്തിക നക്ഷത്രത്തിന്റെ 1-ാം പാദത്തിന്റെ അംശകനാഥൻ. എന്നാൽ 2-ാം പാദത്തിന്റെ രാശിനാഥൻ ശുക്രനായി വരുന്നു. അതായത് കാർത്തിക നക്ഷത്രത്തിന്റെ 1-ാം പാദം മാത്രമാണ് മേടൻ രാശിയിലുള്ളത്. 2-ാം പാദം, 3-ാം പാദം, 4-ാം പാദം ഇത് മൂന്നും ശുക്രന്റെ രാശിയായ ഇടവം രാശിയിലാണ്. അതുകൊണ്ട് കാർത്തിക നക്ഷത്രത്തിന്റെ 2-ാം പാദത്തിന്റെ രാശിനാഥൻ ശുക്രനാണ്. നക്ഷത്രനാഥൻ സൂര്യനാണ്. അംശകനാഥൻ ശനിയും ആയി വരുന്നു. 3-ാം പാദത്തിന്റെ രാശിനാഥൻ ശുക്രനാണ്. നക്ഷത്രനാഥൻ സൂര്യനാണ്. അംശകനാഥൻ ശനിയാണ്. 4-ാം പാദത്തിന്റെ രാശിനാഥൻ ശുക്രനാണ്. നക്ഷത്രനാഥൻ സൂര്യനും അംശകനാഥൻ വ്യാഴവും ആയി വരുന്നു. അടുത്തത് രോഹിണി നക്ഷത്രത്തിന്റെ വിശേഷങ്ങളാണ്. ഈ നക്ഷത്രത്തിന്റെ രാശിനാഥൻ ശുക്രനാണ്. നക്ഷത്രനാഥൻ ചന്ദ്രനും ആണ്. 1-ാം പാദത്തിന്റെ അംശകനാഥൻ ചൊവ്വയും 2-ാം പാദത്തിന്റെ അംശകനാഥൻ ശുക്രനും 3-ാം പാദത്തിന്റെ അംശകനാഥൻ ബുധനും 4-ാം പാദത്തിന്റെ അംശകനാഥൻ ചന്ദ്രനും ആണ്. അതുപോലെ മകയിര നക്ഷത്രം 1, 2 പാദങ്ങൾക്ക് രാശിനാഥൻ ശുക്രനാണ്. 3, 4 പാദങ്ങൾക്ക് ബുധനും രാശിനാഥനാണ്. 1-ാം പാദത്തിന്റെ രാശിനാഥൻ ശുക്രൻ, നക്ഷത്രനാഥൻ ചൊവ്വ, അംശകനാഥൻ സൂര്യൻ. 2-ാം പാദത്തിന്, അതായത് മകയിര നക്ഷത്രം 2-ാം പാദത്തിന്റെ രാശിനാഥൻ ശുക്രനാണ്. നക്ഷത്രനാഥൻ ചൊവ്വയാണ്. അംശകനാഥൻ ബുധനായിട്ട് വരുന്നു. അതുപോലെ മകയിര നക്ഷത്രത്തിന്റെ 3-ാം പാദത്തിന്റെ രാശിനാഥൻ ബുധനാണ്. അതായത് മകയിര നക്ഷത്രം 3-ാം പാദം സ്ഥിതി ചെയ്യുന്നത്, 3, 4 പാദങ്ങൾ സ്ഥിതി ചെയ്യുന്നത് ബുധന്റെ ക്ഷേത്രമായ മിഥുനം രാശിയാണ്. അതിനാൽ രാശിനാഥൻ ബുധനും നക്ഷത്രനാഥൻ ചൊവ്വയും അംശകനാഥൻ ശുക്രനും ആണ്. മകയിര നക്ഷത്രത്തിന്റെ 4-ാം പാദത്തിന്റെ രാശിനാഥൻ ബുധനും നക്ഷത്രനാഥൻ ചൊവ്വയും അംശകനാഥനും ചൊവ്വ തന്നെയായിട്ടും വരുന്നു. അടുത്തത് തിരുവാതിര നക്ഷത്രമാണ്. തിരുവാതിര നക്ഷത്രത്തിന്റെ രാശിനാഥൻ ബുധനാണ്. നക്ഷത്രനാഥൻ രാഹുവാണ്. 1-ാം പാദത്തിന്റെ രാശിനാഥൻ ബുധൻ ആണ്. നക്ഷത്രനാഥൻ രാഹുവാണ്. അംശകനാഥൻ വ്യാഴമാണ്. 2-ാം പാദത്തിന്റെ രാശിനാഥൻ ബുധനാണ്. നക്ഷത്രനാഥൻ രാഹു തന്നെയാണ്. അംശകനാഥൻ ശനിയാണ്. 3-ാം പാദത്തിന്റെ രാശിനാഥൻ ബുധനാണ്. നക്ഷത്രനാഥൻ രാഹുവാണ്. അംശകനാഥൻ ശനിയാണ്. 4-ാം നക്ഷത്രത്തിന്റെ രാശിനാഥൻ ബുധനും നക്ഷത്രനാഥൻ രാഹുവും അംശകനാഥൻ വ്യാഴവും ആണ്. ഇവിടെ ഈ നക്ഷത്രങ്ങൾക്കെല്ലാം അംശകനാഥൻ മിക്കവാറും വ്യത്യാസപ്പെട്ടിരിക്കുന്നു. ഇവിടെ
തിരുവാതിര നക്ഷത്രത്തിന്റെ രാശിനാഥൻ ബുധൻ തന്നെയാണ്. അതായത് തിരുവാതിര നക്ഷത്രം മിഥുനം രാശിയിൽ തന്നെ സ്ഥിതി ചെയ്യുന്ന നക്ഷത്രമാണ്. അതിനാൽ 1, 2, 3, 4 പാദങ്ങൾക്കും ബുധൻ രാശിനാഥനാകുമ്പോൾ നക്ഷത്രനാഥൻ രാഹു തന്നെയാണ്. രാഹുവിൻ്റെ നക്ഷത്രമാണ് തിരുവാതിര നക്ഷത്രം. അംശകനാഥൻ മാത്രം മാറ്റം വരുന്നു. 1-ാം പാദം ധനുരാശിയിൽ വരുമ്പോൾ വ്യാഴമാകുന്നു. 2-ാം പാദം മകരൻ രാശിയിൽ വരുമ്പോൾ ശനിയും, 3-ാം പാദവും കുംഭൻ രാശിയിൽ വരുമ്പോൾ അതിൻ്റെ അധിപൻ ശനിയും, 4-ാം പാദം മീനൻ രാശിയിൽ വരുമ്പോൾ അതിൻ്റെ അധിപൻ വ്യാഴവും ആയിട്ട് വരുന്നു. അടുത്തത് പുണർദം നക്ഷത്രമാണ്. പുണർദം നക്ഷത്രത്തിൻ്റെ 1, 2, 3 പാദങ്ങൾക്ക് രാശിനാഥൻ ബുധനാണ്. അതായത് മിഥുനൻ രാശിയിൽ പെടുന്ന നക്ഷത്രമാണ് പുണർദം നക്ഷത്രം. 1, 2, 3 പാദങ്ങൾ. അതിനാൽ 1, 2, 3 പാദങ്ങൾക്ക് രാശിനാഥൻ ബുധനായിട്ടും 4-ാം പാദത്തിൻ്റെ രാശിനാഥൻ ചന്ദ്രനായിട്ടും വരുന്നു. പുണർദം നക്ഷത്രത്തിൻ്റെ നക്ഷത്രനാഥൻ ഗുരുവാണ്. അതായത് വ്യാഴം. വ്യാഴത്തിൻ്റെ നക്ഷത്രമാണ് പുണർദം. അതിൽ പുണർദം നക്ഷത്രത്തിൻ്റെ 1-ാം പാദത്തിൻ്റെ അംശകനാഥൻ ചൊവ്വയായിട്ടും 2-ാം പാദത്തിൻ്റെ അംശകനാഥൻ ശുക്രനായിട്ടും 3-ാം പാദത്തിൻ്റെ അംശകനാഥൻ ബുധനായിട്ടും 4-ാം പാദത്തിൻ്റെ അംശകനാഥൻ ചന്ദ്രനായിട്ടും വരുന്നു. അതായത് 1-ാം പാദം മേടൻ രാശിയിൽ സ്ഥിതി ചെയ്യുന്നു, 2-ാം പാദം ഇടവൻ രാശിയിൽ സ്ഥിതി ചെയ്യുന്നു, 3-ാം പാദം മിഥുനൻ രാശിയിൽ സ്ഥിതി ചെയ്യുന്നു, 4-ാം പാദം ചന്ദ്രന്റെ രാശിയായ കർക്കിടകത്തിലും സ്ഥിതി ചെയ്യുന്നു. ഇതാണ് അശ്വതി, ഭരണി, കാർത്തിക, രോഹിണി, മകയിരം, തിരുവാതിര എന്നീ നക്ഷത്രങ്ങളുടെ രാശിനാഥന്മാരും നക്ഷത്രനാഥന്മാരും അംശകനാഥന്മാരെയും ആണ് പറഞ്ഞത്. ഈ വീഡിയോ ശ്രദ്ധിച്ച എല്ലാവർക്കും നന്ദി, നമസ്കാരം. തലക്കുറി, ജാതകം, വിവാഹപ്പൊരുത്തം, മുഹൂർത്തം, പ്രശ്നം തുടങ്ങിയ ജ്യോതിഷ സംബന്ധമായ സേവനങ്ങൾക്ക് 9605232894 എന്ന ഫോൺ നമ്പറിലോ വാട്സപ്പിലോ ബന്ധപ്പെടാവുന്നതാണ്. സ്നേഹപൂർവം മോഹനൻ ജ്യോത്സ്യർ, ജ്യോതിഷ ആചാര്യ. ഓം നമഃ ശിവായ.